വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വണ്ടി ഇന്ന് എൻ്റെ കിട്ടിയത്. അപ്പം എൻ്റെ കാർ ഇന്ന് പുള്ളി കൊണ്ടുപോയി. അപ്പം പുള്ളിയുടെ വണ്ടി ഇവിടെ നിർത്തിപ്പോയി. അപ്പം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. ഒരു ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം വളരെ ഒരു സൂപ്പർ വണ്ടിയായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ശരിക്കും നമ്മളൊരു സാധാ സ്കൂട്ടർ ഓടിക്കുന്ന ഒരു എഫക്റ്റ് നന്നായിട്ട് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഒരു റിവ്യൂ ചെയ്തേക്കാന്ന്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു CG's വേൾഡ്. ഇത് നമ്മളെ ബജാജിന്റെ ഇലക്ട്രിക് വണ്ടിയായ ചേതക്കാണ്. അപ്പോൾ നമ്മളിന്ന് CG's വേൾഡ് നമ്മൾ ഈ വണ്ടിയുടെ ചെറിയ റിവ്യൂ എടുക്കാൻ പോവാണ്. റിവ്യൂ ഒന്നും അധികമൊന്നുമില്ല. ഇതിന്റെ ഒരുപാട് വീഡിയോ ആൾക്കാർ കണ്ടതായിരിക്കും. എങ്കിൽ കൂടി എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് നമ്മളൊന്ന് ഒരു ദിവസം നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നത്. ഞാൻ ആവശ്യം 100 കിലോമീറ്റർ അടുത്തുണ്ട്. വലിയ വലിയ കയറ്റങ്ങളെ കുറിച്ച് ശരിക്കും നമ്മൾ സാധാരണ പെട്രോൾ സ്കൂട്ടർ ഓടിച്ച് പോകണ പോലെ നല്ലൊരു ഇതുണ്ട്. പിന്നെ ഫുള്ള് പെട്രോളിൻ്റെ 125 cc പോണ പോലെ ഒന്നും പോവില്ല. പക്ഷേ നന്നായിട്ട് ഒരുവിധം നന്നായിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ ഇതിൻ്റെ നമ്മൾ കീ ആണ്. ഇത് ഞാൻ എൻ്റെ പോക്കറ്റിലാണ് ഇടുന്നത്. ഇത് എൻ്റെ പോക്കറ്റിലിട്ടു. അതിനുശേഷം ഞാനിത് ഇവിടെ ഈ ബട്ടൺ ഇവിടെ ഒരു ഞെക്കുന്നു. അപ്പോൾ ഇവിടെ ഇതേ നമ്മളിത് മീറ്ററൊക്കെ ഓണായി. ഇപ്പം എന്താ ന്യൂട്രൽ കാണിക്കുന്നുണ്ട്. ഇനി ഞാനതവിടെ ഈ ബ്രേക്ക് പിടിച്ചതിന് ശേഷം ഇത് ഇവിടെ ഈ ഡീൽ ഇടുന്നു. ഇവിടെ ഡീൽ അമർത്തി. അപ്പോൾ ഇത് ഡ്രൈവ് മോഡായി. ഇനിതാ നമ്മൾ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുന്നു, വണ്ടി പോകുന്നു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇനി നമുക്ക് ഇത് റിവേഴ്സ് ഇതേപോലെ ഇത് റിവേഴ്സ് എന്നുള്ളത് ബട്ടൺ ബ്രേക്ക് പിടിച്ചതിന് ശേഷം നമ്മളിത് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ റിവേഴ്സായി പോകും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലോട്ട് വല്ല കയറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകാം. പിന്നെ നമുക്ക് ഡ്രൈവ് ഇടുന്നു. വളരെ സിമ്പിൾ. ഇപ്പോൾ ഇത് ഡ്രൈവിലാണ് കിടക്കുന്നത്. നമുക്ക് 2 മോഡുണ്ട്. നമുക്കിത് സ്പോർട്ട് മോഡിലേക്ക് ഈ ബട്ടൺ തന്നെ നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ട് മോഡിലാക്കാം. പിന്നെ ഇക്കോ മോഡിലും ഇടാം. 2 ഓപ്ഷൻ ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും ഏകദേശം ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഈ വണ്ടി എടുത്തത്. ഇത് എൻ്റെ വണ്ടി 69 KL51 6957. ഇത് KL51P 6941. ഈ വണ്ടി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്താണ് ഈ വണ്ടി. പക്ഷേ പുള്ളി 5500 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഞാൻ 2500-3000 ആയിട്ടുള്ളൂ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ പെട്രോൾ അടിച്ച് മലങ്ങി. ഇവൻ ഇഷ്ടം പോലെ ഓട്ടം ഓടുന്നു വിത്തൗട്ട് ഒരു എക്സ്പെൻസും ഇല്ലാതെ. നല്ല ഓട്ടമുള്ള ആൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വളരെയധികം നല്ലതാണെന്ന് നമ്മളിപ്പോൾ ഈ ചെറിയ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി. ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പം പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് കാശ് തീരെ പോകുന്നില്ല. എനിക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പെട്രോൾ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സൗണ്ടും ആ ഗാംഭീര്യവും ആ പിക്കപ്പും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും കുറച്ച് കാശ് മുടക്കി പെട്രോൾ അടിച്ചേ പറ്റൂ. അപ്പം അതിൻ്റെ ഒരു സുഖം വേറെ ഉണ്ടാവും. പക്ഷേ ഇത് പോക്കറ്റ് കാലിയാവാതെ നമുക്ക് പമ്പിൽ കയറേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ വണ്ടി എന്തായാലും കുറച്ച് ഒരു 3-4 കൊല്ലം ഉപയോഗിക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ പൈസ അതിൻ്റെ മുടക്കുമ്പോൾ ലാഭമാവും. പിന്നെ വണ്ടി നമ്മൾ സഡൻ പിക്കപ്പ് എന്തായാലും ഇവൻ സൂപ്പറാട്ടോ. പെട്ടെന്ന് എടുത്തിട്ട് പോകാനൊക്കെ ഇത് സൂപ്പറാണ്. സഡൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് പിക്കപ്പ് കിട്ടും. അതിലും കിട്ടും. പക്ഷെ എന്നാലും ഇതും എടുത്തു പോകുന്ന പോലെ നമുക്ക് അതിലെടുത്ത് പോകാൻ പറ്റില്ല. പിന്നെ അടിച്ച് പൊളിച്ച് നല്ല സ്പീഡിലൊക്കെ പോകണമെങ്കിൽ ഇവൻ തന്നെ വേണം. അത് വേറെ കാര്യം. ഇച്ചിരി പൈസ മുടക്കി ഓടിക്കുക തന്നെ വേണം. എന്നാൽ നല്ല ഇതിൽ പോകാം. പിന്നെ ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുന്നത് കുറച്ച് ലോങ് കാര്യങ്ങളൊക്കെ പോകാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചാർജിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരും. വളരെ കുറഞ്ഞ കിലോമീറ്ററിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ പോവാം. എത്ര ദൂരം വേണമെങ്കിൽ നമുക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് പോവാം. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചാർജിങ്ങിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാവണം. അത് ചാർജ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കണം. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. ലോക്കലായിട്ട് നമുക്ക് നാട്ടിൽ ചെറിയ അതായത് ഒരു ജോലിക്കാർക്ക് കൃത്യമായി സ്ഥിരമായിട്ട് ഒരേ റൂട്ടിൽ പോയി വരുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടറാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എങ്ങനെയായാലും അവർക്ക് അത് 2-3 കൊല്ലം കൊണ്ട് അവർക്ക് ആ വണ്ടിയുടെ പൈസ പെട്രോളിലൂടെ തന്നെ പെട്രോൾ അടിക്കുന്ന പൈസയിൽ നിന്ന് ലാഭിക്കാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ചിലവുണ്ട് കാര്യങ്ങൾ. അതൊക്കെയാണ് വ്യത്യാസം. പിന്നെ
സൗണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, സൗണ്ട് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ഇതിന് സൗണ്ട് ലേശം കൂടിപ്പോയാൽ ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര സൗണ്ടാണ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടാണ്. ഇത് TVSന്റെ എൻടോർക്കാണ്. നല്ല വണ്ടി തന്നെയാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. ഞാനിപ്പോൾ നമ്മൾ മെയിൻ വന്നിരിക്കുന്നത് ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി പറയാനാണ്. ഇന്നിപ്പോൾ നമ്മൾ 1 ഡേ എക്സ്പീരിയൻസ് ആണ്. ഇത് ഏകദേശം ഫുള്ളാവാൻ 3.5 മണിക്കൂർ ചാർജ് ചെയ്യണം. 110 കിലോമീറ്റർ കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു 80 കിലോമീറ്റർ പുള്ളിക്ക് കിട്ടുന്നുണ്ട്. അതായത് പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ്. 80 കിലോമീറ്റർ. അത് ചില ഓടിക്കുന്ന ആൾക്കാരുടെ ചില വ്യത്യാസം കൊണ്ടാവും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടാൻ, ചില ആൾക്കാർക്ക് കുറയാം. അതായത് അവർ ഓടിക്കുന്ന വിധവും പിന്നെ ഇപ്പം നമ്മൾ കയറ്റങ്ങളൊക്കെ ഫുൾ കയറ്റങ്ങളുള്ള ഭാഗമാണെങ്കിൽ ചിലപ്പോൾ ഇത്ര കിട്ടിക്കോളുന്നില്ല. പൊതുവെ 80 കിലോമീറ്റർ ധൈര്യം ഓടാന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ ഒരു മൈനസ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ചെറിയ ഇടവഴി കൂടെ ഒക്കെ പോകുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് തീരെ ശബ്ദമില്ലാത്തതുകൊണ്ട് അവർ അറിയില്ല. അപ്പോൾ നമ്മൾ ഓണടിക്കണം. ഓണടിച്ചാൽ മാത്രമേ അവർ മാറി തരുള്ളൂ. അവർക്ക് വണ്ടി വരുന്നുണ്ടെന്ന് അവരെ അറിയില്ല. അങ്ങനെ ഒരു ഇപ്പം നമ്മളെ വീട്ടിലേക്ക് വരുന്നതൊക്കെ ഇടവഴി കൂടെയാണ്. അപ്പോൾ കുറേ ആൾക്കാർ വണ്ടി വരുമ്പോൾ അവർ അറിയുന്നില്ല. ഓണടിച്ചാൽ അവരെ മാറ്റും. അതൊരു ഇതാണ്. മറ്റേ ഇപ്പം നമ്മൾ എൻടോർക്കൊക്കെ ആയിട്ട് നമ്മൾ വണ്ടി ഒരു 100 മീറ്റർ അപ്പുറത്താണെങ്കിലും വണ്ടിയുടെ ശബ്ദം അവർ കേൾക്കും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വളരെ സൈലൻ്റ് ആയിട്ട് ഉള്ളൊരു ദോഷം, അങ്ങനെ ഒരു പ്രശ്നം. വണ്ടിക്ക് നല്ല വെയിറ്റാണ്. മറ്റേ ചില വണ്ടികളൊക്കെ വെച്ചാൽ തീരെ വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇല്ലെങ്കിൽ നമുക്കൊരു സുഖം. വണ്ടി ഒരു അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇതിന്റെ പവർ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ മോട്ടറിന്ന് ഡയറക്റ്റ് വീലിലേക്കാണ്, ബെൽറ്റ് വഴിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഒരു പിക്കപ്പ് ടോർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ ബെൽറ്റ് പൊട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നേരിട്ട് ഇതുള്ളതുകൊണ്ട് പവർ ട്രാൻസ്മിഷൻ നേരിട്ട് വീലിലേക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല വണ്ടികളുടെ വെയിറ്റ് ഉണ്ട് അത്യാവശ്യം. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മളിപ്പോൾ ഒറ്റപ്പാലത്ത് ഒരുപാട് വണ്ടികൾ ആൾക്കാരിങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് എടുത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊച്ചു വീഡിയോ ഒരു ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒന്ന് അവിചാരിതമായിട്ട് നമുക്കൊരു വണ്ടി കിട്ടിയാണ്. അത് നമ്മൾ ചെറിയൊരു യൂസർ എക്സ്പീരിയൻസ് ഇട്ടതാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ ബജാജ് ചേതക്കിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും